എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും MRS ഇലക്ട്രോണിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇംപെക്സ് ഇൻവെർട്ടർ AC PCB ആണിത്. ഓക്കെ, ഈ PCB നമുക്ക് കൊറിയർ വന്നിട്ടുള്ളതാണ്. ഒരു വലിയ കൊറിയർ ആയതുകൊണ്ട് ഞാനത് പൊളിച്ചെടുത്ത് വെച്ചിരിക്കുന്നത്. എല്ലാം ഇങ്ങനെ നമുക്ക് പൊട്ടിക്കായിരുന്നു. ഇതിൻ്റെ കൂടെ തന്നെ വേറെയും PCBകളുണ്ടായിരുന്നു. അപ്പോൾ ഇതിനകത്ത് ഇവരൊരു നോട്ട് തന്നിട്ടുണ്ട്. ആ നോട്ടിൽ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്, ഇംപെക്സ് എറർ കോഡ് E0 ഔട്ട്ഡോർ യൂണിറ്റ് നോട്ട് വർക്കിംഗ്. ഇത്രയേ ഉള്ളൂ. ജസ്റ്റ് ഇത്രയുള്ള ഒരു മെൻഷൻ ചെയ്തിരിക്കുന്ന കാര്യം, E0 എറർ ഔട്ട്ഡോർ യൂണിറ്റ് വർക്ക് ചെയ്യുന്നില്ല. അപ്പോൾ ഈ ഒരു ഇംപെക്സിനെ സംബന്ധിച്ച് E0 എറർ എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേഷൻ എററാണ്. കമ്മ്യൂണിക്കേഷൻ ഇൻഡോർ ഔട്ട്ഡോർ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ നടക്കാത്തത് കൊണ്ടിട്ടാണ് E0 എറർ. അപ്പോൾ അവരെല്ലാ കാര്യങ്ങളും ചെക്ക് ചെയ്ത് ഔട്ട്ഡോർ ബോർഡിനകത്ത് ഔട്ട്ഡോർ ബോർഡ് വർക്ക് ചെയ്യുന്നില്ല എന്ന് കൺഫേം ചെയ്തിട്ടാണ് എനിക്കിപ്പോൾ ഇത് അയച്ചു തന്നിരിക്കുന്നത്. നമുക്ക് ആ എറർ കോഡ് ഒന്ന് ചെക്ക് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇതിൻ്റെ ഇൻഡോർ ഔട്ട്ഡോർ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷനൊക്കെ വയറിങ്ങും കാര്യങ്ങൾ, പിന്നെ എൻ്റെ FG ഫാൻ മോട്ടർ, ഇതിൽ വരുന്നത് PG മോട്ടറല്ല, FG ഫാൻ മോട്ടറാണ്. FG ഫാൻ മോട്ടർ ഇതിനകത്ത് കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ E6 എന്നുള്ള എറർ കോഡ് കാണിക്കും. അപ്പോൾ ഞാനിതിൽ പവർ കണക്ഷൻ കൊടുത്ത് വെച്ചിരിക്കുകയാണ്. അപ്പം നമ്മൾക്ക് പവർ കൊടുത്തിട്ട് ഓൺ ചെയ്ത് നോക്കാം. അതിനു മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ മറക്കാതെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെല്ലൈക്കനോടെ അമർത്തുക. എങ്കിൽ മാത്രമേ ഞാനിടുന്ന ഇതുപോലുള്ള പുതിയ പുതിയ വീഡിയോസിൻ്റെ അപ്ഡേറ്റ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. ഓക്കെ, അപ്പോൾ ഞാനിതിന് പവർ കണക്ഷൻ കൊടുക്കാൻ പോവുകയാണ്. പവർ കണക്ഷൻ കൊടുത്തു. ഇപ്പോൾ ഇത് സ്റ്റാൻഡ് ബൈയിൽ കിടക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഡിസ്പ്ലേ ബോർഡിൽ തന്നെയാണ് ഇതിൻ്റെ സ്റ്റാൻഡ് ബൈ സ്വിച്ച് വരുന്നത്. അപ്പോൾ സ്വിച്ച് അടിച്ചു, ഒരു ബീപ്പ് ശബ്ദം കേട്ടു. അപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് ഇപ്പോൾ 32 ഡിഗ്രിയിൽ കിടക്കേണ്ടത്. ഓക്കെ, നമ്മുടെ ഇൻഡോർ ഫാൻ മോട്ടർ എടുത്തിട്ടുണ്ട്. ഫാൻ മോട്ടർ എല്ലാം വർക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ആ എറർ വരുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. എങ്ങനെയാണ് എന്താണ് ആ എറർ എന്നുള്ളത്. ഒരു E0 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആ E0 വരുന്നുണ്ടോ എന്ന് നോക്കാം. ഇതിനകത്ത് ഇപ്പോൾ E0 എന്നുള്ള ആ ഒരു എറർ കോഡ് ഷോ ആയിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം കറക്റ്റ് ഒരു 2 മിനിറ്റ് ആയപ്പോഴത്തേക്കും E0 എറർ വന്നിട്ടുണ്ട്. ഇൻഡോർ ഔട്ട്ഡോർ കമ്മ്യൂണിക്കേഷൻ നടക്കുന്നില്ല. ഇതൊന്ന് പവർ ഓഫ് ചെയ്യാം. പവർ ഓഫ് ചെയ്തിട്ട് ഈ മെയിൻ ഔട്ട്ഡോർ യൂണിറ്റിൻ്റെ PCB നമുക്ക് പരിശോധിച്ച് നോക്കാം എന്താണ് ഇതിനകത്ത് പ്രശ്നമെന്ന്. അപ്പോൾ ഔട്ട്ഡോർ PCBയിൽ നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് ഇത് വർക്ക് ചെയ്യുന്നുണ്ടോ ഇല്ലയെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഒരു ഇൻഡിക്കേഷൻ ഉണ്ടാവും. ഇതാണ് ഈ കാണുന്ന ഒരു LED. ഈ ഒരു LED എന്ന് പറയുന്നത് ഇതിൻ്റെ ഇൻഡിക്കേറ്ററാണ്. അപ്പോൾ ആ ഇൻഡിക്കേറ്റർ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ബോർഡ് പവർ ഓണാണ്. ഈ ഇൻഡിക്കേറ്റർ വർക്ക് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ ബോർഡ് പവർ ഓൺ അല്ല. അപ്പോൾ ഇപ്പോൾ നമ്മൾ ചരിച്ച് വെച്ചിട്ട് ഒന്നും കൂടെ പവർ കൊടുക്കുകയാണ്. പവർ കൊടുത്ത് ഇപ്പോൾ നമുക്കിവിടെ നേരത്തെ ഈ ഒരു E0 എറർ വന്നുകൊണ്ട് നമ്മൾ രണ്ടാമത് ഓൺ ചെയ്യുന്ന സമയത്ത് ഇത് സ്റ്റാൻഡ് ബൈ മോഡിലോട്ട് ഓട്ടോമാറ്റിക്കായിട്ട് പോകും. നമ്മളിപ്പോൾ സ്റ്റാൻഡ് ബൈ റിലീസ് ചെയ്തു. 32 വന്നു. അവിടെ റിലേയും അടിച്ചു, അതായത് ഔട്ട്ഡോറിലോട്ടുള്ള സപ്ലൈ പോയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം സപ്ലൈ ഒന്ന് ചെക്ക് ചെയ്യാം. മൾട്ടിമീറ്റർ എടുക്കാം. മൾട്ടിമീറ്റർ എടുത്തിട്ട് നമ്മൾ AC വോൾട്ടേജിലിടുക. എന്നിട്ട് നമുക്കിവിടെ സപ്ലൈ വന്നിട്ടുണ്ടോ ഇല്ലയെന്ന് ആദ്യം ചെക്ക് ചെയ്യാം. ഓക്കെ, നമുക്ക് 234 വോൾട്ട് വന്നിട്ടുണ്ട്, അതായത് ഇവിടെ സപ്ലൈ വന്നിട്ടുണ്ട്. ഇനി അടുത്ത ഇവിടെ നമുക്ക് നമ്മുടെ ഈ കപ്പാസിറ്ററിൽ എത്ര വോൾട്ടേജ് വരുന്നുണ്ടെന്ന് നോക്കാം. ഈ കപ്പാസിറ്ററിൽ അതായത് വളരെ ലോ വോൾട്ടേജ് 12, 13 ഇങ്ങനെ വരുന്നുണ്ട്. ഇവിടെ നമുക്ക് 320 വോൾട്ട് വരണം. ഓക്കെ, അവിടെ 320 വോൾട്ട് കറക്റ്റായിട്ട് വരുന്നില്ല. ഇവിടുത്തെ ആദ്യത്തെ ഈ നമ്മുടെ AC വന്ന് കയറുന്നത് ഇവിടുത്തെ ഈ ഒരു ബ്രിഡ്ജ് റെക്ടിഫയറിലാണ്. ഈ ബ്രിഡ്ജ് റെക്ടിഫയറിൻ്റെ അടുത്തുള്ള ഈ പോസിറ്റീവ് നെഗറ്റീവിൽ എത്ര വോൾട്ടേജ് വരുന്നുണ്ടോ നോക്കാം. ഇവിടെയും സെയിം വോൾട്ടേജ് തന്നെയാണ്. ഇവിടെയും വോൾട്ടേജ് കറക്റ്റായിട്ട് വരുന്നില്ല. ഇനി നമുക്ക് AC ഇട്ടിട്ട് ഇവിടെ നമുക്ക് 230 വോൾട്ട് വന്നിട്ടുണ്ട്. ആ 230 വോൾട്ട് ബ്രിഡ്ജ് റെക്ടിഫയറിൻ്റെ 2 ലെഗിലും വന്നിട്ടുണ്ടോയെന്ന് നോക്കാം. അവിടെയും വോൾട്ടേജ് ഒന്നും തന്നെ ഇല്ല. ഓക്കെ, 12 ഫ്ലക്ച്വേറ്റ്. അപ്പോൾ ഈ വരുന്ന വഴിക്ക് 230 വോൾട്ട് AC എവിടെയോ ബ്രേക്ക് ആയിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ ചെക്ക് ചെയ്യാം അതെവിടെയാണ് ബ്രേക്ക് ആയിട്ടുള്ളതെന്ന്. ഈ ഒരു ഡയോഡിലോട്ട്
ബ്രിഡ്ജ് റെക്ടിഫയർ ഡയോഡിലോട്ട് കണക്ഷൻ ഈ 230 വോൾട്ട് ചെല്ലണത് നമ്മുടെ ഇവിടെ നിന്ന് ഈ ഒരു ഫേസ് ലൈൻ എന്ന് പറയുന്നത് ഒരു ഫ്യൂസ് ഇട്ടതിന് ശേഷം ഇവിടെ നിന്ന് നേരെ ഈ ഒരു പിന്നെ ഇ എം ഐ കോയിലിൽ വരും. EMI കോയിലിൽ നിന്ന് നേരെ വരുന്നത് ഇവിടെ ഈ ഒരു റിലേയിലും ഒരു PTC ഉണ്ട് ഇവിടെ. അപ്പോൾ ഈ PTC റിലേ കോയിലും വഴിയാണ് നേരെ നമ്മുടെ ഈ ഒരു ബ്രിഡ്ജ് റെക്ടിഫയറിലോട്ട് ഇതിൻ്റെ ഫേസ് ലൈൻ വരുന്നത്. അപ്പോൾ ന്യൂട്രൽ ലൈൻ ഡയറക്റ്റ് വരും, ഫേസ് ലൈൻ മാത്രം ഇത്രയും കാര്യങ്ങൾ കയറി ഇറങ്ങിയിട്ടായിരിക്കും ഇവിടെ വരുന്നത്. അപ്പോൾ എവിടെയാണ് ബ്ലോക്ക് ഉള്ളതെന്ന് നമുക്ക് 1 by 1 ആയിട്ട് നോക്കാം. ആദ്യം ന്യൂട്രലിലൊരു പ്രോബ് വയ്ക്കാം, ഫേസിൽ ചെക്ക് ചെയ്യാം. ഓക്കെ, ഇത് E0 വന്നുകൊണ്ട് കട്ടായി കിടക്കുകയാണ്. ഓക്കെ, EMI കോയിലിൽ നമുക്ക് എത്ര വോൾട്ടേജ് വരുന്നുണ്ട്? AC മോഡിലാണ് നോക്കുന്നത്. 233 വോൾട്ട് വരുന്നുണ്ട്. അതിൻ്റെ ഔട്ടിലും 233 വോൾട്ട് വരുന്നുണ്ട്. PTCയുടെ ഔട്ടിൽ നമുക്ക് വോൾട്ടേജ് ഒന്നും വരുന്നില്ല. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ PTC ഇപ്പോൾ ഓപ്പൺ മോഡിലാണ് ഇരിക്കുന്നത്. PTC ഓപ്പൺ ആവണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഹൈ വോൾട്ടേജ് സെക്ഷനിൽ എന്തെങ്കിലും ഷോർട്ടിങ് വരണം. ഇപ്പം നമുക്കിവിടെ എന്തൊക്കെ കാര്യങ്ങളുണ്ട് ഹൈ വോൾട്ടേജിൽ ഷോർട്ടിങ് വരാൻ വേണ്ടിയിട്ട്? നമുക്കിവിടെ ബ്രിഡ്ജ് റെക്ടിഫയർ ഉണ്ട്, IGBT ഉണ്ട്, IGBT സ്വിച്ചിങ് ഡയോഡുണ്ട്, പിന്നെ നമ്മുടെ IPM ഉണ്ട്. അപ്പോൾ ഇതിൽ പിന്നെ കപ്പാസിറ്റർ ഷോർട്ടിങ് ഉണ്ടെങ്കിലും വരും. ഈ കപ്പാസിറ്റർ ഷോർട്ട് ആവാനുള്ള സാധ്യതയുണ്ട്, ചിലപ്പം പൊട്ടിത്തെറിച്ച് മേടിച്ചു. പക്ഷേ ഇതങ്ങനെയൊന്നും പൊട്ടിത്തെറിച്ചായിട്ടൊന്നും കപ്പാസിറ്റർ കാണാനില്ല. പക്ഷേ മേ ബി ഒരു ചാൻസ് ഉണ്ട് കപ്പാസിറ്റർ ഷോർട്ട് ആകാനുള്ള. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിനകത്ത് ഹൈ വോൾട്ടേജ് വരുന്നത്. പിന്നെ വരുന്ന ഹൈ വോൾട്ടേജ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇവിടുത്തെ സ്വിച്ചിങ്, ഈ ബോർഡ് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പവർ സപ്ലൈ ഉണ്ട്. ആ പവർ സപ്ലൈയുടെ സ്വിച്ചിങ് IC ഷോർട്ടിങ് ആയാലും ഈ ഒരു PTC ഓപ്പൺ ആവും. അതെല്ലാം ഈ ഹൈ വോൾട്ടേജ് സെക്ഷനിൽ വരുന്നതാണ്. അപ്പോൾ 1 by 1 ആയിട്ട് നമ്മൾ എല്ലാം ചെക്ക് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ബസർ മോഡിലിടുക. ഓക്കെ, മൾട്ടിമീറ്റർ ബസർ മോഡിലിടുക. പവർ സപ്ലൈ ഓഫ് ചെയ്ത് വയ്ക്കുക. അതിനുശേഷം നമുക്ക് ഇവിടെ നിന്ന് തന്നെ തുടങ്ങാം. ഈ ബ്രിഡ്ജ് റെക്ടിഫയറിൻ്റെ ബ്രിഡ്ജ് റെക്ടിഫയർ ഓക്കെയാണ്. ഇപ്പോൾ കപ്പാസിറ്ററിൽ ആദ്യം പൊളാരിറ്റി തിരിച്ചപ്പോൾ ബീപ്പ് കേൾക്കുന്നില്ല. ഇങ്ങനെ വയ്ക്കുമ്പോഴത്തേക്കും ബീപ്പ് അടിക്കുന്നുണ്ട്. അത് ഇതിനകത്ത് നിൽക്കുന്ന ചാർജ് ഉള്ളത് കൊണ്ടിട്ടാണ്. ആ ചാർജ് ഡിസ്ചാർജ് ആയി കഴിഞ്ഞാൽ ബീപ്പ് മാറും. അപ്പോൾ ഇവിടെയും ഈ ബ്രിഡ്ജ് റെക്ടിഫയറിൻ്റെ സൈഡ് ഷോർട്ടിംഗ് ഇല്ല, കപ്പാസിറ്ററിൻ്റെ സൈഡ് ഷോർട്ടിംഗ് ഇല്ല. നമുക്കിനി നമ്മുടെ IGBT ചെക്ക് ചെയ്യാം. IGBTയുടെ ഷോർട്ടില്ല. IGBT ഗേറ്റ്, ഡ്രെയിന്, സോഴ്സ് ഇതിലൊന്നും ഷോർട്ടിംഗ് ഇല്ല. ഇനി IPM ചെക്ക് ചെയ്യാം. IPMൻ്റെ സൈഡ് IPM നെഗറ്റീവ് സൈഡുമായിട്ട് ഷോർട്ടിംഗ് ഇല്ല, പോസിറ്റീവ് സൈഡുമായിട്ട് UVW എൻ്റെ ഹൈ വോൾട്ടേജ് സൈഡ് ഷോർട്ടിംഗ് ഇല്ല. ഇനി വരുന്നത് ഈ സ്വിച്ചിങ് ഡയോഡ് ഷോർട്ടിംഗ് ആണോ നോക്കാം. ഇവിടെയും ഷോർട്ടിംഗ് ഇല്ല. ഇനി വരുന്നത് നമ്മുടെ പവർ സപ്ലൈ വരുന്ന സ്വിച്ചിങ് IC ആണ്. പവർ സപ്ലൈയിലുള്ള സ്വിച്ചിങ് ICയും ഷോർട്ടിംഗ് ഇല്ല. ഓക്കെ, അപ്പോൾ ഈ ഒരു PTCയിൽ എത്ര ഓംസ് ഉണ്ടെന്നും കൂടെ ചെക്ക് ചെയ്ത് നോക്കാം. ഈ PTC കാണിക്കുന്നത് 6 മെഗാ ഓംസിലാണ് കാണിക്കുന്നത്. അപ്പോൾ മേ ബി ഈ PTC കംപ്ലൈൻ്റ് ആവാനാണ് സാധ്യത കൂടുതൽ. എന്തായാലും നമുക്ക് PTC ഒന്ന് അഴിച്ചെടുത്തിട്ട് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, ഇതാണ് ഇതിൻ്റെ PTC എന്ന് പറയുന്നത്. ഈ PTC കറക്റ്റ് നമുക്കൊരു ഓംസ് മോഡിൽ കാണിക്കാം. ഇത് കിലോ ഓംസിലാണ്
ഈ PTC കാണിക്കുന്നത്. PTC എന്തോ പ്രോബ്ലം ഉണ്ട്. ഇതാണ് ഈ PTCക്കകത്ത് വരുന്ന ടാബ്ലറ്റ്. ഓക്കെ, ഈ PTC 4 കിലോ ഓംസിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ PTC കംപ്ലൈൻ്റ് ആണ്. നമുക്കൊരു വേറൊരു PTC എടുത്തിട്ട് സെറ്റ് ചെയ്തൊന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ഞാനൊരു S470 എന്ന് പറഞ്ഞ മോഡലിൽ ഒരു PTC എടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ AC-കളിലൊക്കെ ഉപയോഗിക്കുന്ന ടൈപ്പ് PTC ആണ്. മറ്റേത് ബോക്സ് ടൈപ്പ്, ഇത് ഓപ്പൺ ടൈപ്പ് എന്നേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ വാല്യൂ എത്രയാണെന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നമുക്കത് ഓംസിൽ കാണിക്കണം. ഓക്കെ, ഇത് 45 ഓംസാണ് ഇതിൽ കാണിക്കുന്നത്. മറ്റേ നമ്മൾ ആദ്യം ഇടുന്ന ബോക്സ് ടൈപ്പിൽ നമുക്ക് നല്ലൊരു വാല്യൂ കാണിച്ചിരുന്നു. അപ്പോൾ ഈ ഒരു PTC ആദ്യം നമുക്കിതിനകത്ത് ഇൻസ്റ്റാൾ ചെയ്യാം. നമ്മൾ വേറൊരു PTC ഇതിനകത്ത് സോൾഡർ ചെയ്ത് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് നമുക്ക് ഓൺ ചെയ്തിട്ട് ഇതിനകത്ത് സപ്ലൈ വരുന്നുണ്ടോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഞാൻ പവർ കണക്ഷൻ കൊടുക്കാൻ പോവുകയാണ്. എന്നൊരു സ്റ്റാൻഡ് ബൈ റിലീസ് ചെയ്യണം. ഓക്കെ, അപ്പോൾ PTC ഇവിടുത്തെ മാറിയപ്പോഴത്തേക്കും ഇവിടെ ഈ ലൈറ്റും കത്തിയിട്ടുണ്ട്, ഇവിടുത്തെ ഈ ലൈറ്റ് ബ്ലിങ്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, കംപ്രസർ എടുക്കുന്നുണ്ടോ ഇല്ലെന്ന് ഇവിടെ ചെക്ക് ചെയ്യാം. ഓക്കെ, ഞാനിത് ഓഫ് ചെയ്യാൻ പോവുകയാണ്. ഓഫ് ചെയ്തു, കംപ്രസർ ഓഫായി. എനിക്കിത് ആദ്യമായിട്ടാണ് ഇങ്ങനൊരു കംപ്ലൈൻറ്റ് വരുന്നത്, PTC കംപ്ലൈൻറ്റ് കിട്ടുന്നത്. കാര്യം ഇത്രയും നാൾ എനിക്ക് PTC കംപ്ലൈൻറ്റ് അങ്ങനെ അധികം കിട്ടിയിട്ടൊന്നുമില്ല. മിക്കവാറും ഇങ്ങനെയുള്ളതിലൊക്കെ നമുക്ക് ഹൈ വോൾട്ടേജ് സെക്ഷനിൽ എന്തെങ്കിലും ഷോർട്ടിങ് വന്നിട്ടുണ്ടാകും PTC ഓപ്പൺ ആവുന്നത്. PTC ഓപ്പൺ ആയി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് അത് തണുക്കുന്ന സമയത്ത് അത് ക്ലോസ്ഡ് ആവും. അപ്പോൾ ഈ ഒരു ബോർഡിൽ നമുക്ക് PTC കറക്റ്റ് ഓപ്പൺ ആയി പോയിരുന്നു. അതിൻ്റെ വാല്യൂയിൽ വലിയ വ്യത്യാസം വന്നത് കൊണ്ടിട്ടാണ് ഈ ഒരു പ്രശ്നം E0 എന്നുള്ള ആ ഒരു കമ്മ്യൂണിക്കേഷൻ എറർ നമുക്കിത് വന്നത്. കാര്യം ബോർഡ് ഓൺ ആവത്തില്ല. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ ഒരു ബോർഡ് കംപ്ലീറ്റ് ആയിട്ട് റെഡി ആയിട്ടുണ്ട്. ചെറിയൊരു പ്രശ്നം മാത്രമേ ഈ ഒരു PCBക്ക് ഉണ്ടായിരുന്നുള്ളൂ. അത് കണ്ടുപിടിച്ചു, നമ്മൾ അത് മാറിയിട്ടു, റെഡിയാക്കി. അപ്പോൾ ഈ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. നമുക്കൊരടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോസ്. ബൈ.